ഒരു വ്യക്തിയിലെ ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളം അയാളിൽ നിന്ന് ലോകം സ്വീകരിക്കുന്ന കരുണയുടെ സ്പർശനങ്ങളാണ്. എവിടെയൊക്കെ അയാൾ ദൈവികമായ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും കരുണയുടെയും വ്യക്തിത്വമായി തീരുന്നുവോ അവിടെയൊക്കെ അയാൾ സത്യദൈവത്തിന് സാക്ഷ്യമായി മാറുന്നു. തങ്ങളുടെ വ്യക്തിജീവിതത്തിലെ പരിമിതികൾക്കും സകല പ്രതികൂല സാഹചര്യങ്ങൾക്കും അതീതമായി ഈ ലോകത്തിൽ ക്രിസ്തുവിന് സജീവ സാക്ഷ്യമായി തീരുവാൻ തീരുമാനിച്ചിരിക്കുന്ന അനേകർ. അവരിലൂടെ അളവില്ലാത്ത ദൈവിക കരുണയുടെ മാധുര്യവും മാഹാത്മ്യവും ഈ ലോകം തിരിച്ചറിയുന്നു. നന്മയുടെയും കരുതലിൻ്റെയും അഭാവത്തിൽ ഇരുണ്ടുപോകുന്ന നമ്മുടെ ലോകത്തിൽ ഈ ആത്മാക്കൾ സത്യപ്രകാശത്തിന് വഴിയൊരുക്കുന്നു. കേരളത്തിലെ ഒരു സാധാരണ നഗരപാർശ്വത്തിൽ ഉപജീവനത്തിനുള്ള വക കണ്ടെത്തുവാൻ അധ്വാനിക്കുന്ന അസംഖ്യം തൊഴിലാളികളിൽ ഒരുവൻ. ജനനം കൊണ്ടോ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ സവിശേഷതകളൊന്നും അവകാശപ്പെടാനില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരൻ. എന്നാൽ ദൈവം കനിഞ്ഞനുഗ്രഹിച്ച ജീവിതത്തെയും ജീവിത സാഹചര്യങ്ങളെയും മറ്റനേകർക്കു വേണ്ടി കൂടി മാറ്റിവെക്കുവാൻ മനസ്സായപ്പോൾ അദ്ദേഹം ഈ വലിയ സമൂഹത്തിന് മുഴുവൻ കരുണയുടെ സജീവ സാക്ഷ്യമായി മാറി. തൃശൂർ നഗരത്തിലെ ശക്തൻ മാർക്കറ്റിന് ചിരപരിചിതനായ ആൻഡോ എന്ന തൊഴിലാളി ഇവിടെ ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഞാൻ തൊഴിലാളികളുടെ ഇടയിലെ, അതുപോലെ ഓട്ടോ ഡ്രൈവർമാരുടെ ഇടയിലെ, ടാക്സി ഡ്രൈവർമാരുടെ ഇടയിലൊക്കെ ഒരു പഠനം നടത്തിയിട്ട് ഒരു തത്വം രൂപപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിൽ സേവന സംതൃപ്തി തത്വം, ലേബർ സർവീസ് ആക്ച്വലൈസേഷൻ തിയറി. ഒരു തൊഴിലാളി സാധാരണഗതിയിൽ തൊഴിൽ ചെയ്യുന്നത് പണത്തിന് വേണ്ടിയാണ്. ആ പണത്തിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ തൊഴിലാളികൾ ചിലരെങ്കിലും ചൂഷണത്തിലേക്ക് കടന്നു വരാറുണ്ട്. എന്നാൽ യഥാർത്ഥ തൊഴിലാളി തൻ്റെ തൊഴിൽ ഈ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സേവനമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ആ തൊഴിലാളി ഒരിക്കലും ചൂഷണത്തിലേക്കല്ല, യഥാർത്ഥ സേവനത്തിലേക്കും സംതൃപ്തിയിലേക്കുമാണ് കടന്നു വരിക. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആൻഡോ. തൃശൂർ ഒളരിക്കര ഇടവകയിൽപ്പെട്ട തളിയത്ത് കുര്യൻ്റെയും ത്രേസ്യയുടെയും 11 മക്കളിൽ അവസാനത്തെ ആളായ ആൻഡോ തൻ്റെ ജീവിതത്തെ വിലയിരുത്തുന്നത് വലിയ ദൈവിക ദാനമായാണ്. രണ്ടാമതൊരു മകൻ കൂടി വേണമെന്ന മാതാപിതാക്കളുടെ ആഗ്രഹം തൻ്റെ മേലുള്ള വലിയ ദൈവിക പദ്ധതികളുടെ ആരംഭമായിരുന്നുവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് 11 മക്കളാണ്. അതിൽ 11ാമത്തെ മകനാണ് ഞാൻ. എനിക്ക് 3 ചേട്ടന്മാരും 7 ചേച്ചിമാരുമാണ് ഉള്ളത്. അതിൽ ഏറ്റവും മൂത്ത ചേട്ടൻ ജനിച്ച് 1 വയസ്സാകുമ്പോഴേക്കും മരിച്ചു. പിന്നെ രണ്ടാമത്തെ ചേട്ടൻ ഉണ്ടായി. പിന്നെ ഒരു ആൺകുട്ടി വേണമെന്ന് വിചാരിച്ചിട്ട് അവർ 5 പെൺമക്കൾ ജനിച്ചതിന് ശേഷം വീണ്ടും ഒരു ആൺകുട്ടി ജനിക്കുകയും ആൾ 1 വയസ്സാകുമ്പോഴേക്കും ആളും മരിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 പെൺമക്കളുണ്ടായി. ലാസ്റ്റ് 11ാമത്തെയാണ് ഞാൻ ജനിച്ചത്. ഞാൻ ജനിച്ച 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ മരിച്ചു. അപ്പോൾ കർത്താവ് ഞാൻ ഈ ശുശ്രൂഷ മേലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യം തന്നൊരു ബോധ്യമാണ്, ഒരു മനുഷ്യൻ്റെ പദ്ധതി ജനിക്കാൻ തന്നെ ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ജനനത്തിന് വേണ്ടി മാറി നിന്ന ഒരവസ്ഥയാണ് എൻ്റെ 2 സഹോദരന്മാർ, എൻ്റെ 2 ചേട്ടന്മാർ. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരു സഹോദരൻ, ഒരു ആൺകുട്ടി അവർക്ക് ജനിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഉണ്ടായിരിക്കില്ല. എൻ്റെ ജീവിതത്തിൽ നല്ല കുടുംബാന്തരീക്ഷമായിരുന്നു. നല്ല സ്നേഹമുള്ള അമ്മയും. അപ്പനില്ലാത്ത വിഷമം മുഴുവൻ എൻ്റെ ചേട്ടൻ, ഏറ്റവും മൂത്ത ചേട്ടൻ, രണ്ടാമത്തെ ചേട്ടൻ എല്ലാ കാര്യങ്ങളും നടത്തി വന്നു. പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ചേച്ചിമാരൊക്കെ കല്യാണം വിവാഹങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞു. എൻ്റെ ചേട്ടൻ തന്നെ എല്ലാ കാര്യങ്ങളും നടത്തി.
അങ്ങനെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അമ്മ ഭയങ്കര വിശ്വാസമുള്ളൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അമ്മയുടെ പ്രാർത്ഥന അതേപോലെ പള്ളിയെ പോകുന്ന നൊവേനയൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് എനിക്കും ചെറുപ്പത്തിൽ തന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിന്ന് ധ്യാനം കൂടാനായിട്ട് താബോർ ധ്യാന കേന്ദ്രത്തിൽ ചെന്നു. അവിടെ ഒരാഴ്ച ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ വെച്ച് എനിക്ക് ചെവിട് വേദന ഉണ്ടായിരുന്നു. തല കുളിക്കാനായിട്ട് അടുപ്പിച്ച് കുളിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചെവിട് വേദന അവിടെ ആ ധ്യാനത്തിൽ വെച്ച് മാറി. തികച്ചും സാധാരണമായ ഒരു കുടുംബ സാഹചര്യത്തിൽ വളർന്നു വന്ന ആൻഡോ വളരെ പ്രത്യേകമായി തൻ്റെ ചെറുപ്പകാലത്തിൽ തിരിച്ചറിയുന്ന ചില കാര്യങ്ങളുണ്ട്. തീരെ ചെറുപ്പത്തിൽ തന്നെ പിതാവിനെ നഷ്ടമായെങ്കിലും മാതാവിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ലഭിച്ച സ്നേഹവും സംരക്ഷണയുമായിരുന്നു പ്രധാനം. ദുശീലങ്ങളിലേക്കും പാപവഴികളിലേക്കും പതിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും കുടുംബത്തിൽ നിന്നും ലഭിച്ച സ്നേഹവും അതിലുമേറെ ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതലും അദ്ദേഹത്തെ എന്നും സംരക്ഷിച്ചു നിർത്തിയിരുന്നു. ചെറുപ്പം മുതൽ ആ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിരുന്ന സഹനങ്ങൾ അദ്ദേഹത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ജീവിതത്തിൽ തന്നെ വഴിത്തിരിവായ ഒരു ക്രിസ്മസ് കാലം ആൻഡോ സ്മരിക്കുന്നു. 17 വയസ്സിൽ പച്ചക്കറി മാർക്കറ്റിലേക്ക് ജോലിക്കായിട്ട് കടന്നു വരികയും 18 വയസ്സിൽ എൻ്റെ അമ്മ മരിക്കുകയും ചെയ്തു. പിന്നെ 21 വയസ്സായപ്പോൾ ഞാൻ കൂടെ ക്രിസ്മസിന് ഒരു ദിവസം ക്രിസ്മസിന് രാത്രി പള്ളിയിലൊക്കെ പോയി കരോളിൻ്റെ പരിപാടി കണ്ട് ഞങ്ങൾ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് കൂടി നടന്നു വരുമ്പോൾ കൊട്ടേഷൻ ടീമിൽ ഒരു വ്യക്തി ആളെ മാറി എന്നെ വെട്ടി. 24 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് അവിടെ. മസിൽ പൊളിഞ്ഞു, എല്ല് ചിന്നൽ വീണു. അപ്പോൾ എനിക്ക് വെട്ടി കിട്ടിയ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് 3 ചിന്ത കടന്നു വന്നു. ഒന്ന്, എന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആരും ഉണ്ടാവില്ല. രണ്ടാമത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെന്ന് എന്നെ ഡോക്ടർമാരുണ്ടാവില്ല ക്രിസ്മസ് ആയതുകൊണ്ട്. മൂന്നാമത് AB പോസിറ്റീവാണ് എൻ്റെ ബ്ലഡ്. ആ ബ്ലഡ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ മരിക്കുള്ളൂ ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഞാൻ ചെറുപ്പം തൊട്ടുള്ള പ്രാർത്ഥനയുടെ ഒരു ചൈതന്യവും ധ്യാനം കൂടിയിട്ടുള്ളത് കൊണ്ടൊക്കെ മനസ്സിലേക്ക് കടന്നു. ഇനി ജീവിതത്തിൽ മുന്നോട്ട് ശ്രമിക്കുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാമെന്നുള്ളൊരു ചിന്ത കടന്നു വരികയും വെട്ടിയവനോട് ഞാൻ ക്ഷമിക്കുകയും ചെയ്തു. ആ ക്ഷമിച്ചു കഴിഞ്ഞാൽ പിറ്റേ സെക്കൻഡിൽ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് എൻ്റെ കൈ പിടിച്ചു ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് 1/2 കിലോമീറ്റർ നടന്ന് പോയപ്പോൾ ഈ വെട്ടിയിൽ തന്നെ 2 ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെൻ്റെ കൂടെ അവരും കൂടി വന്നു, ആളെ തെറ്റി വെട്ടിയെന്ന് മനസ്സിലായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, കേസ് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, വീണാന്ന് പറയാം, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മുണ്ട് തന്നെ കയറിയിട്ട് അവർ തലയിൽ കെട്ടി എന്നെ ചന്ദനമതി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു എടുക്കില്ല എന്ന് പറഞ്ഞു, വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 1 കിലോമീറ്റർ സംഭവം സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ ഞാൻ നടന്നിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തണത്. അങ്ങനെ അവിടെ എടുക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും ഈ വെട്ടിയ ആൾക്കാരിൽ തന്നെ ഒരാൾ പോയി ഓരോ ഓട്ടോറിക്ഷ കൊണ്ടുവന്നു. അങ്ങനെ ഇവർ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ 3 മണിക്കൂറോളം സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഈ ബ്ലഡ് നിന്നത്. സ്റ്റിച്ചിൻ്റെ ഉള്ളിയോടെ കംപ്ലീറ്റ് ഇങ്ങനെ ബ്ലഡ് വലിച്ചിട്ട് അതിലൊരു പൊടി ഇട്ടിട്ട് ആണ് അവർ നിർത്തിയത്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ വിചാരിച്ചു ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു, വീട്ടുകാർ വന്നു. അങ്ങനെ പുലർച്ചെ ആകുമ്പോഴേക്കും എന്നെ വാർഡിലേക്ക് മാറ്റി. അപ്പോൾ ആ സമയം വരെ ഞാൻ ആദ്യം വിചാരിച്ചൊരു ചിന്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആളുണ്ടായില്ല. അപ്പോൾ ആൾ വന്നു. രണ്ടാമത് ഡോക്ടർമാരുണ്ടാവില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഡോക്ടർമാരുണ്ടായി. മൂന്നാമത് ഒരു തുണ്ട് ബ്ലഡ് പോലും എൻ്റെ ശരീരത്തിൽ കരണ്ട് വന്നില്ല. യാതൊരു മെഡിസിനും പിന്നീട് എനിക്ക് കഴിക്കേണ്ടി വന്നില്ല. എന്താണെങ്കിൽ പിറ്റേ ദിവസം നേരം വെളുത്ത് വാർഡിൽ എന്നെ ആദ്യം കാണാൻ വന്നത് എന്നെ വെട്ടിയവനാണ്. ഈ വെട്ടിയവൻ കാണാൻ വരികയും സാധാരണ ഒരു കൊട്ടേഷൻ ടീമിൽ കഞ്ചാവ് വലിച്ചും കുടിച്ച് നടക്കുന്ന ആ ഒരു സംഭവം കഴിഞ്ഞ് വരാറില്ല. അവൻ്റെ കാല് പിടിച്ച് കരഞ്ഞു, ഇനി തെറ്റ് പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, ഞാൻ കേസിനൊന്നും പോകണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പോയി. ഡോക്ടർ അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അവൻ്റെ ഒരു കുഴപ്പമില്ല, നിനക്ക് വേണമെങ്കിൽ പേര് വെട്ടി പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എക്സ്റേയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു യൂണിയൻ പണിക്ക് പോകണ്ടല്ലോ. അപ്പോൾ അശ്വിനി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെന്ന് സ്കാൻ ചെയ്താൽ പറഞ്ഞു മസിൽ പൊളിഞ്ഞു, എല്ലിന് ചിന്നൽ വീണുണ്ട്, വേണമെങ്കിൽ വീട്ടിൽ പോകാം, അല്ലെങ്കിൽ ഒരാഴ്ച കിടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച അവിടെ കിടന്നു. പക്ഷേ വേദന എന്താണെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. ആ സംഭവം വരെ എനിക്ക് വേദന ഉണ്ടായിട്ടില്ല. ഈ സംഭവം കഴിഞ്ഞപ്പോഴും അപ്പോഴും ഉണ്ടായിട്ടില്ല. ഗുരുതരമായി പരിക്കേറ്റ് ജീവിതം തന്നെ കൈവിട്ടുപോയി എന്ന് ഏവരും കരുതിയ ആ നാളുകളിലാണ് ആൻഡോയിൽ ഒരു പുതിയ മനുഷ്യൻ രൂപം കൊള്ളുന്നത്. ദൈവം തിരിച്ചു നൽകിയ ജീവിതത്തിൽ അവിടത്തേക്ക് പ്രഥമ സ്ഥാനം നൽകുവാനുള്ള തീരുമാനം മാറ്റമില്ലാത്തതായിരുന്നു. തകർച്ചയിലും വേദനയിലും ദൈവകരങ്ങൾ ദർശിക്കുവാനുള്ള ഈ മനുഷ്യന്റെ ഉൾക്കണ്ണ് നമുക്കേവർക്കും മാതൃകയാണ്. തുടർന്നുള്ള ആൻഡോയുടെ ജീവിതം ഒരു വലിയ ശുശ്രൂഷ മേഖലയിലേക്ക് തിരിയുകയായിരുന്നു. ഹോസ്പിറ്റലിൽ എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു,
ഞാൻ എന്തെങ്കിലും മരിച്ചു കൊണ്ടൊരു വ്യക്തിയായിരുന്നു. ഇനി ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. അത് ഞാൻ എൻ്റെ കട്ടിലിൽ കിടന്നിട്ട് ഞാൻ എടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനം പ്രതി ഞാൻ അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് ഞാൻ ഒരു വർഷം ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ എല്ലാ ദിവസവും കുർബാനയും എല്ലാവരും നൊവേനയും എൻ്റെ പള്ളിയിലുണ്ട്. അപ്പോൾ ആ പള്ളിയിലെ നൊവേനയും കുർബാനയും മുടങ്ങാണ്ട് ഞാൻ കൂടി. ആ ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ജയിൽ മിനിസ്ട്രിയിലെ ഒരു മീറ്റിംഗ് പുത്തമ്പള്ളിയിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുത്തമ്പള്ളിയിലേക്ക് ഞാൻ ആ മീറ്റിങ്ങിനായിട്ട് പങ്കെടുത്തു. അത് ചെന്നപ്പോൾ അവിടെ ദേവസ്വേട്ടൻ, അതുപോലെ കൊച്ചുമോനേട്ടൻ, സിസ്റ്റേഴ്സ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. കരിപ്പേരച്ചൻ, ഡയറക്ടറച്ചൻ നടന്നു. ഒരു ക്രിസ്മസിൻ്റെ സമയത്താണ് ഞാൻ 2003 ഞാൻ ക്രിസ്മസിൻ്റെ സമയത്താണ് ഞാൻ ഈ ജയിൽ മിനിസ്ട്രിയിലേക്ക് പങ്കെടുക്കുന്നത്. ചെറുപ്പകാലത്ത് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ ഉണ്ടായ ഒരു ദുരനുഭവം ആൻഡോയിൽ പോലീസിനോടുള്ള അകാരണമായ ഭയത്തിന് വഴിയൊരുക്കിയിരുന്നു. നിരപരാധിയായിരിക്കെ കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ട ആ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹത്തിന് പിൽക്കാലത്ത് പകർന്നു നൽകിയത് ജയിലുകളിൽ ശിക്ഷ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആത്മാക്കളോടുള്ള സഹാനുഭൂതിയാണ്. പിൽക്കാലത്ത് ബഹുമാനപ്പെട്ട കരിപ്പേരി അച്ഛനൊപ്പം ജയിൽ മിനിസ്ട്രിയിൽ സജീവ ശുശ്രൂഷകനാകുവാനുള്ള വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു ചെറുപ്പകാലത്തെ അനുഭവങ്ങൾ എന്ന് ആൻഡോ തിരിച്ചറിഞ്ഞു. 7ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ വെക്കേഷനിൽ സ്കൂൾ തല്ലിപ്പൊളിച്ച കേസിൽ ഞാൻ 2ാം പ്രതിയായി. ഞാൻ പോലും അറിയാത്തൊരു സംഭവമാണ്. ഞാൻ അതിൽ വീട്ടുകാരൊക്കെ വീട്ടിൽ നിന്ന് ചായ കുടിച്ച് കളിക്കാനായിട്ട് കൂട്ടുകാരന്മാരോട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ വന്ന് സാധാരണ ഡ്രസ്സിൽ വന്ന് എൻ്റെ കൈ പിടിച്ച് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയി. അങ്ങനെ അയ്യന്തോളി സ്റ്റേഷനിൽ ചെന്ന് അയ്യന്തോളി സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഞാൻ സ്റ്റേഷനിലേക്കാണ് വരുന്നത് അറിയണത്. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ രാത്രി 5 മണി തൊട്ട് രാത്രി 12 മണി വരെ ഞാൻ കൊന്ത ചെല്ലി കസാരയിൽ ബെഞ്ചും ഇരുന്നിട്ട് ഒരു പോലീസുകാരൻ എന്നോടൊരു ചോദിക്കുക അടിക്കുകയോ ഒന്നും ചെയ്തില്ല. അവിടുന്ന് ഒത്തിരി മാനസിക പ്രയാസം ബുദ്ധിമുട്ടുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ആ സംഭവം മറ്റുള്ളവരെ ഫേസ് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ പോലീസുകാരെ കാണുമ്പോൾ തന്നെ പേടിയുള്ളൊരവസ്ഥയായി. അത് വർഷങ്ങൾ ഇങ്ങനെ ആ പേടി നീണ്ടു നിന്നു. പോലീസ് വണ്ടി കടന്നു പോയാൽ തന്നെ എനിക്ക് പേടി, എൻ്റെ കൈയും കാലും വിറയ്ക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ. ആ ഒരാളാണ് ഈ ജയിലിലേക്ക് കിടക്കണം. ഈ അവിടെ ചെല്ലുന്ന ആദ്യം ഞാൻ പോയത് സബ് ജയിലാണ്. ഇനി സബ് ജയിലിൻ്റെ വാതിൽ കടക്കണ വരെ എൻ്റെ നെഞ്ചിൻ്റെ ഇടി ഭയങ്കര നടന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അവരായിട്ട് ആ ഒരു അന്നത്തെ ക്രിസ്മസിൻ്റെ പരിപാടി ആഘോഷം സബ് ജയിലിൽ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ആ പേടി ആ സമയത്ത് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 23-ാം തീയതി സെൻട്രൽ ജയിലിൽ ചെന്ന് സെൻട്രൽ ജയിലിൽ പ്രോഗ്രാമിനായിട്ട് കയറി സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത കൊണ്ടുവന്നു. എത്ര നിരപരാധികൾ ഈ നിൻ്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇവരെ നിരപരാധിത്വം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അത് നിനക്ക് സാധിക്കും. എന്താണ്, നീ തെറ്റ് ചെയ്യാണ്ട് ഒരു കേസിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവം വർഷങ്ങൾ കഴിഞ്ഞിട്ട് കർത്താവ് ആ ഒരു പദ്ധതി നമ്മൾ വിചാരിക്കും കർത്താവ് എൻ്റെ തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ ഈ വെട്ട് കിട്ടിയതായാലും ഈ കേസായാലും കർത്താവ് പറഞ്ഞു, ഈ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, പത്രോസ് ചോദിക്കുന്നുണ്ട്, ഇവൻ കണ്ണ് കാണാത്ത സുന്ദര കവാടത്തിൻ്റെ അടുത്ത് കണ്ണ് കാണാത്ത വ്യക്തിനെ കാണുമ്പോൾ ഇവൻ്റെ കാഴ്ച ഇവൻ കാരണം മൂലമാണോ അത് മാതാപിതാക്കൾ കാരണം കൊണ്ടോ പൂർവികർ കാരണം കൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ മഹത്വം ഇവനിൽ പ്രകടമാകാനാണെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് ആ വചനം എനിക്ക് ഒത്തിരി എൻ്റെ ജീവിതത്തിൽ സ്പർശിച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനും ഈ പോലീസ് കേസിൽ ചെയ്യാനോ അല്ലെങ്കിൽ വെട്ട് കിട്ടാനോ ഒരു അനുഭവം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് 7ാം ക്ലാസ്സിൽ വെച്ച് ഈ ഒരു സംഭവം ഉണ്ടായത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കർത്താവ് അതിന് വലിയൊരു പദ്ധതി, ഒരു ചെറിയൊരു സംഘടനത്തിന് വലിയൊരു സന്തോഷം അല്ലെങ്കിൽ വലിയൊരു മേഖല കർത്താവ് എനിക്ക് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ആഗ്രഹിച്ച ഹോസ്പിറ്റൽ ശുശ്രൂഷനെ വിട്ടിട്ട് ദൈവം എന്നെ ജയിലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിരപരാധിയായിട്ടുള്ള മക്കളായിട്ട് സംസാരിക്കാനും അവിടെ എല്ലാ ഞായറാഴ്ചകളിലും ചെന്ന് ക്ലാസ്, കൗൺസിലിങ്, അതുപോലെ അവരോടത്തുള്ള കുർബാന, അത് കഴിഞ്ഞിട്ട് അവരായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും, അവർ വിഷമങ്ങൾ പങ്കുവയ്ക്കും. അപ്പോൾ പലരും ഇതേപോലെ ചെറിയ കേസുകളിൽ പെടും. പക്ഷേ സന്ദർഭം മൂലം ഉണ്ടാകുന്ന സംഭവങ്ങളുണ്ട്. അങ്ങനെ പല രീതിയിൽ പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് പെട്ടെന്ന് ചെയ്യും. പിന്നെ പലരും ഇതേപോലെ തെറ്റ് ചെയ്യാറുള്ള പല വ്യക്തികളും അവിടെ കടന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ടാണ് എനിക്ക് അത് സ്വീകരിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ കർത്താവ് അങ്ങനൊരു വലിയൊരു പദ്ധതി എനിക്ക് വേണ്ടി മാറ്റിവെച്ചു. അത് ചെറുപ്പത്തിൽ തന്നെ അത് എനിക്ക് അനുഭവിച്ചപ്പോഴാണ് എനിക്ക് അതിൻ്റെ പൂർണ്ണത മനസ്സിലായത്. വർഷങ്ങളെടുത്തു അതിൻ്റെ ആ രഹസ്യം മനസ്സിലാവാനായിട്ട്. ബഹുമാനപ്പെട്ട വർഗീസ് കരിപ്പേരി അച്ഛൻ്റെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ ശുശ്രൂഷാ രംഗത്തേക്കിറങ്ങിയ ചിലരിൽ പ്രമുഖനാണ് ആൻഡോ. കാലാകാലങ്ങളായി അച്ഛൻ നേതൃത്വം നൽകിയ വിവിധ ശുശ്രൂഷകളിൽ ആൻഡോയും മടിയോ ഉപാധികളോ കൂടാതെ സഹകരിച്ചു പോന്നു. അങ്ങനെയാണ് ആരുമില്ലാത്തവർക്കും ആർക്കും വേണ്ടാത്തവർക്കും അത്താണിയാകുവാനായി തുടക്കം കുറിച്ച ശാന്തി സമാജിന്റെ പ്രവർത്തനങ്ങളിലും ആൻഡോ പങ്കാളിയാകുന്നത്.
ശാന്തി സമാജിന്റെ പ്രവർത്തകർക്കും കരിപ്പേരി അച്ഛനുമൊപ്പമുള്ള പ്രവർത്തനങ്ങൾ ആൻഡോയ്ക്ക് നൽകിയ അനുഭവങ്ങൾ വളരെ വലുതാണ്. ഒരു തൊഴിലാളി, ഒരു ചുമട്ട് തൊഴിലാളി എന്തൊക്കെ ചെയ്യുന്നു എന്ന് ആൻഡോ നമ്മോട് പറഞ്ഞു തരികയാണ്. 2:30-2:45 എഴുന്നേൽക്കുന്ന ആൻഡോ പിന്നീട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് 3:30 ആവുമ്പോഴേക്കും വീട്ടിൽ നിന്നിറങ്ങി ശക്തൻ മാർക്കറ്റിലെത്തും. അവിടെ ആൻഡോയ്ക്ക് ചുമടിറക്കാനുള്ള വാഹനങ്ങൾ കാത്തുകിടപ്പുണ്ടാവും. ദൈവസ്തുതികൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ആ ചുമടിറക്കുമ്പോൾ ഉള്ള സന്തോഷം അത് സേവനത്തിലേക്ക് കടന്നു വരുമ്പോൾ പൂർണ്ണമാവുകയാണ്. അത് എന്നിട്ട് കരിപ്പേരച്ചൻ ശാന്തി സമാജ് എന്ന് പറഞ്ഞൊരു സംഘടന തുടങ്ങി. അപ്പോൾ കരിപ്പേരച്ചൻ്റെ ആ കണക്ഷനിൽ ഞങ്ങൾ ശാന്തി സമാജിലേക്ക് കടന്നു വന്നു. ശാന്തി സമാജിലെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്നു. അങ്ങനെ ജോലി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ശാന്തി സമാജിലേക്ക് വന്നു. അങ്ങനെ ശാന്തി സമാജിൽ ഈ പൂരപ്പറമ്പിൽ കൗൺസിലിങ്, അങ്ങനെ അച്ഛൻ ഇങ്ങനെ ശാന്തിര എന്ന് പറഞ്ഞൊരു വണ്ടി കൊണ്ടുവന്ന് അങ്ങനെ തെരുവിലൊരു കൗൺസിലിങ് തുടങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ദേവസ്ഥാനും കൊച്ചുമാനൊക്കെ കൊണ്ടുവന്ന് അന്ന് നടന്നുള്ളവരൊക്കെ കൂടിയിട്ട് പൂരപ്പറമ്പിലേക്ക് ഇങ്ങനെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് കടന്ന് നല്ലോണം പറഞ്ഞു. ആ സമയത്ത് നമുക്ക് കൗൺസിലിംഗ് എന്താണെന്ന കാര്യങ്ങളൊന്നും അറിയില്ല. അവിടെ ചെന്ന് വലിയൊരു എക്സ്പീരിയൻസ് ആണ് കരിപ്പേരച്ചൻ വഴി എനിക്ക് കിട്ടിയത്. ഞാനൊരു പ്രാവശ്യം ഇതേപോലെ പറമ്പിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കും. അപ്പം എൻ്റെ ഉള്ളിലൊരു പ്രേരണ, ഇങ്ങനെ ഒരു മെറ്റലും പാറപ്പൊടിക്ക് ഒരു കൂട്ടിയിട്ടുള്ള ഒരു മാവിൻ്റെ ചുവട് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് അവിടെ പോയിരിക്കാനായിട്ടുള്ളൊരു പ്രേരണ. അത് ഞാൻ ഇവിടെ നിന്ന് ഏറ്റവും അവിടെ പോയിരുന്ന് ഞാനൊരു വയസ്സായിട്ടുള്ള ഒരാളോട് ഇങ്ങനെ പ്രവർത്തനത്തിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഇപ്പുറത്ത് ഒരാൾ വന്നിരുന്നിട്ട് എൻ്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ കേട്ടു. ഞാൻ ആളോടൊന്നും സംസാരിക്കുന്നില്ല. ഈ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ കരയെ അവിടെ ഇരുന്നിട്ട് ഇയാൾ എന്നെ തട്ടി. അപ്പം ഞാൻ പറഞ്ഞു, ആൾ പറഞ്ഞൊരു കാര്യം. അപ്പോൾ ചേട്ടാ എന്താ കരയണമെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് റെയിൽവേ ട്രാക്കിലേക്ക് പോവാം. അപ്പോൾ ഒന്ന് തോന്നി ഇവിടെ നിന്ന് ഒരു വീട് വലിച്ചിട്ട് പോകണം തോന്നി എന്ന് പറഞ്ഞിട്ട് ഇരുന്ന ആ വ്യക്തി, ഞാൻ മറ്റൊരാളോട് പറഞ്ഞപ്പോൾ ഈ വ്യക്തിയാണ് ഇത് കേൾക്കുകയും ആളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ആളെ അന്ന് ആത്മഹത്യയിൽ നിന്ന് പിന്മാറി. അങ്ങനെ ഞാൻ ആളെ കൊണ്ടുവന്നു, ഓഫീസിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഡിവൈൻ കുറ്റിക്കലച്ചൻ്റെ ആശ്രമത്തിലേക്ക് കനകമലയിലേക്ക് കൊണ്ടുപോയി. അവിടെ ആൾ 2 ആഴ്ച ധ്യാനം കൂടി. അപ്പോൾ ആൾ മാനസികമായിട്ട് വിഷമമുണ്ടായിരുന്നത്. ആളെ ഭാര്യ ആത്മഹത്യ ചെയ്തു. ഒരു മോനാണെങ്കിൽ ഒരു ഹിന്ദു പെൺകുട്ടീനെ കൊണ്ടുപോയി, ക്രിസ്ത്യാനി പെൺകുട്ടീനെ കൊണ്ടുപോയി. ഹിന്ദുക്കളാണ് ഇവർ. പിന്നെ പെൺകുട്ടിയാണെങ്കിൽ മഠത്തിൽ നിന്ന് പഠിക്കുന്നു. അപ്പോൾ വീട് വിട്ടിട്ട് മോളെ പേരിൽ ബാങ്കിലിട്ടിട്ട് ആത്മഹത്യ ചെയ്യണമെന്നൊരു ചിന്തയൊക്കെയായിരുന്നു. അങ്ങനെ ആൾ ധ്യാനമൊക്കെ കൂടി ധ്യാനം കഴിഞ്ഞിറങ്ങുമ്പോൾ ആൾക്ക് ആദ്യം വന്ന ഫോൺ കോള് സ്ഥലം കച്ചവടമായി എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ ധ്യാനം കഴിഞ്ഞ് വന്നു. അപ്പോൾ ഈ മോനും മോളും ഒക്കെ ആളുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ ജീവിതം, അങ്ങനെ ഒരു സന്തോഷം, അങ്ങനെ വലിയൊരു അനുഭവമായിരുന്നു ആളാണ്. അതുപോലെ പല വ്യക്തികളും അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. ബഹുമാനപ്പെട്ട കരിപ്പേരി അച്ഛൻ്റെയും സഹശുശ്രൂഷകരുടെയും പ്രത്യേകിച്ച് ആൻഡോയുടെയും ശുശ്രൂഷാ മേഖലകൾ പരിധികളില്ലാത്തതാണ്. ആൻഡോ നേതൃത്വം നൽകി വരുന്ന മറ്റൊരു ശുശ്രൂഷ തെരുവിൽ കഴിയുന്ന അനേകർക്ക് ഭക്ഷണം എത്തിക്കുകയാണ്. സ്വന്തം വീട്ടിൽ ഭാര്യയും ചേർന്ന് തയ്യാറാക്കുന്ന ഭക്ഷണപ്പൊതികൾ ആൻഡോയും സഹശുശ്രൂഷകരും അർഹരായവരെ കണ്ടെത്തി കൊടുക്കുവാൻ ശ്രദ്ധിക്കുന്നു. നഗരത്തിൻ്റെ ഉള്ളറകളിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരെ കണ്ടെത്തുവാനായി ഇവർ മണിക്കൂറുകൾ ചെലവഴിക്കുന്നു. അങ്ങനെ സുവിശേഷത്തിൻ്റെ സന്തോഷം കാരുണ്യമായി അർഹിക്കുന്നവരിലേക്ക് ഒഴുക്കുവാൻ ഈ സഹോദരർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഒരു 3 വർഷം മുന്നേ ഒരു പ്രോഗ്രാം, ഒരു അമ്മാമ്മയും മക്കളും താമസിക്കുന്ന ഒരു സ്ഥലം, ഒരു കുടില്, അവിടേക്ക് സഹായം കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ടി വിക്കാരെ കാണിച്ചു. 3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു വാർത്ത തന്നെ വീണ്ടും വരികയാണ്. ആ 3 വർഷത്തിൻ്റെ ഉള്ളിൽ 1 രൂപ പോലും ആ വീട്ടുകാർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് 3 വർഷം കഴിഞ്ഞിട്ട് ആ വാർത്ത അത് വീണ്ടും ഞാൻ കാണാനിടയി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, പേപ്പറിലും ടി വിയിലും പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ല, അത് നടക്കാത്തൊരു കാര്യമാണെന്ന്. അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ ഞാനത് വിചാരിച്ചെങ്കിലും അതിന് മുന്നേ തന്നെ ദേവസ്വേട്ടനും ഇതങ്ങനെ ഉള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പത്രങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ പത്രത്തിൽ വായിച്ചിട്ട് ഞങ്ങൾ അന്ന് തന്നെ അവരോട് വീടുകളിലേക്ക് പോകുമ്പോൾ ഇതേപോലെ ഒരു ഇതുമില്ലാത്ത ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു വാർത്ത കണ്ടിട്ട് ഞങ്ങൾ കൊഴുക്കുള്ളിൽ ഞങ്ങൾ എല്ലാവരും കൂടി അച്ഛനെ കൂടിയിട്ട് ഒരു വീട് സന്ദർശനം കഴിഞ്ഞ് വരുമ്പോൾ ചായ കുടിക്കാനായിട്ടൊരു കടയിൽ കയറിയപ്പോൾ അവിടെ പേപ്പറിലെ ഫോട്ടോ കണ്ടാണ് 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും
ഒരു കുടിലെന്ന് പറയാൻ പറ്റില്ല, വെറുതെ ഒരു ഷെഡ് പോലത്തെ ഒരു അവസ്ഥ, ചാണം മെഴുകിയിട്ടുള്ള ഒരു അവസ്ഥ. അവിടെ +2 കഴിഞ്ഞൊരു കുട്ടി, പിന്നെ 10, പിന്നെ 7, പിന്നെ 6. ഭർത്താവ് മരിച്ചു പോയിട്ട് 10 വർഷമായി അവരെ. അപ്പം അച്ഛൻ പറഞ്ഞു ഈ കുട്ടീനെ പഠിപ്പിക്കാനായിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ പഠിപ്പിക്കാൻ വേണ്ടി ചെന്നതാണ്. അവിടെ ചെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി പഠിപ്പിക്കാനായിട്ട് മെയിനായിട്ടുള്ളൊരു കാര്യം ഈ കുടില് ഒരു അടച്ചുറപ്പാക്കി എടുക്കുക എന്നായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ വെറുതെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റും അതുപോലെ 6 ഒരു കട്ട വെറുതെ ഇങ്ങനെ പറക്കി വെച്ചിട്ടുള്ളൂ. ആ സാധനം ഇപ്പോൾ ഞങ്ങൾ ഷീറ്റ് ഇട്ട് ഫ്രണ്ട് കെട്ടി പകുതിയായി, അത് മുഴുവനാക്കാനായിട്ട് ഞങ്ങൾ മുഴുവൻ അത് കെട്ടി കൊടുക്കണം. അപ്പോൾ താൽക്കാലികമായിട്ട് ഒരു കൊല്ലത്തേക്കാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ്റൊക്കെ ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒപ്പം നിന്നിട്ട് അവർക്ക് സാധാരണ ഒരു വീട് പണിത് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഈ വാർത്തകളിലൊക്കെ നമ്മൾ അത് വന്നു കിട്ടി എന്നൊക്കെ നമ്മൾ കണ്ടെങ്കിലും ശരിക്കും പറയണമെങ്കിൽ 100-ൽ ചിലപ്പോൾ ഒരു 10 ചിലപ്പോൾ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യും. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടില്ല. ഞങ്ങൾ അടിയന്തരമായിട്ട് ഇവർക്ക് ഇപ്പോൾ എന്ത് ചെയ്തു കൊടുക്കണം അത് കണ്ടെത്തിയിട്ട് ആ മേഖല ചെയ്തു കൊടുക്കലാണ് ഞങ്ങൾ ഇതിലൂടെ ശുശ്രൂഷ ചെയ്യുന്നത്. അർഹിക്കുന്ന ആർക്കും എന്ത് സഹായത്തിനും കുടുംബാംഗങ്ങളെപ്പോലെ ഒപ്പമുണ്ടായിരിക്കുക എന്നതാണ് ഈ കൂട്ടായ്മയുടെയും പ്രത്യേകിച്ച് ആൻഡോയുടെയും രീതി. വ്യവസ്ഥകൾ ഏതുമില്ലാതെയും ഒരുപക്ഷെ വരും വരായികകളെക്കുറിച്ച് പോലും ചിന്തിക്കാതെയുമുള്ള ഇടപെടലുകളിലൂടെ രക്ഷപ്പെട്ടിട്ടുള്ള ആത്മാക്കൾ ഏറെയാണ്. നിർധനരായ ഏറെ പേരുടെ വിവാഹം നടത്തിക്കൊടുക്കുവാനും മുൻകൈയെടുത്തിട്ടുള്ള ഇവർ ഈ നാളുകളിൽ അനാഥരായ 2 പേരുടെ വിവാഹത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എല്ലാ ചെലവുകളും വഹിച്ചുകൊണ്ട് വിവാഹം നടത്തിക്കൊടുക്കുവാൻ ഒരുങ്ങുന്നു. കരിപ്പേരിയച്ചൻ്റെ നേതൃത്വത്തിൽ ആൻഡോയുടെയും മറ്റു ശുശ്രൂഷകരുടെയും പ്രവർത്തനങ്ങളെ അടുത്തറിയുന്ന ചിലരാണ് ഇവർക്ക് താങ്ങായി ഒപ്പമുള്ളത്. ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണത്തിന് സദ്യയുടെ പരിപാടി ചെയ്തു കൊടുക്കണ പേരുണ്ടിട്ട് അതാദ്യം എൻ്റെ മനസ്സിലേക്ക് അത് ചെയ്യാനുള്ളൊരു കാരണം, എനിക്ക് 7 ചേച്ചിമാരായിരുന്നു. എൻ്റെ 7 ചേച്ചിമാരുടെ കല്യാണം എൻ്റെ ചേട്ടൻ കുഴപ്പമില്ലാണ്ട് നടത്തി. അപ്പോൾ എൻ്റെ ചേച്ചിമാരുടെ പിള്ളേരൊക്കെ എൻ്റെ ഒപ്പം ഉള്ള പിള്ളേരാണ്. അപ്പോൾ അവരൊക്കെ കല്യാണം ഇങ്ങനെ പല രീതിയിലും നല്ല രീതിയിൽ നടക്കണം, പലരും സഹായിച്ച് നടക്കണം. ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നി നമ്മളും ഇത് ചെയ്യേണ്ടൊരു ഇതാണ്, നമുക്കും ഇത് ഉത്തരവാദിത്തപ്പെട്ടതാണ്. ഇത് തോന്നിയിട്ട് ഞാനും ഇങ്ങനെ ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണത്തിൻ്റെ സദ്യയുടെ പരിപാടി ഭക്ഷണം വയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ദേവസ്വം ഞങ്ങളെല്ലാവരും കൂടി തുടങ്ങി. അതിപ്പോൾ നല്ലൊരു രീതിയിലേക്ക് എത്തി. 32ാമത്തെ കല്യാണമാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ജൂലൈ 23-ാം തീയതി ഞങ്ങൾ അരിമ്പൂർ പള്ളിയിൽ വെച്ച് നടത്താൻ പോണത്. അത് പെൺകുട്ടിയും അനാഥയ, ആൺകുട്ടി അനാഥയ. അവർ രണ്ടാളും അനാഥയാണ്, അവർക്ക് ആരുമില്ല. അപ്പോൾ അവരെ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കണത്. അപ്പോൾ അവർ പറയണത് ഞങ്ങളെ പോലെ ആൾക്കാരില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ വല്ല ബന്ധുക്കോസിലേക്ക് SISലേക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അവർക്ക് പള്ളിയിൽ കയറി കെട്ടണമെന്ന്, ക്രിസ്ത്യാനികളാണ്, പള്ളിയിൽ കയറി കെട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനോട് കാര്യങ്ങൾ ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവം ഞങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചു. ഞങ്ങളത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിയമവശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാര്യങ്ങളും ചെയ്തു. അവരെ സാമ്പത്തികമായിട്ടും എല്ലാ കാര്യങ്ങളും അതിലൂടെ കടന്നു. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യം, ഈ ഒരു കല്യാണത്തിന് ഞങ്ങളെ സഹായിക്കണം എല്ലാവരും പുതിയ ആൾക്കാരാണ്. അത് നമ്മുടെ വടൂക്കരയിലെ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ ദുബായിലാണ്. അപ്പോൾ ആ ഡോക്ടർ ആണ് കൂടുതലും അതിന് സാമ്പത്തികമായിട്ടും ആളായിട്ടും ഒരു സഹോദരനും ഒരു ചേട്ടനും ചേച്ചിനും പോലെ അവർ നിന്നിട്ട് ഞങ്ങളുടെ ഒപ്പം നിന്നിട്ട് ഈ എല്ലാ കാര്യങ്ങൾക്കും അവർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അത് 32ാമത്തെ കല്യാണമാണ് ഞങ്ങൾ ഈ അരിമ്പൂര് വെച്ച് നടത്താൻ പോണത്. തൻ്റെ ജീവിതത്തിലും എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ അനുനിമിഷം ആൻഡോ ദർശിക്കുന്നു. ഒരു കാര്യത്തിലും നിരാശനാക്കാതെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തത പാലിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങളും ഈ ജീവിതത്തിൽ ദൈവം പാലിച്ചിട്ടുള്ള ഉറപ്പുകളും നമുക്കേവർക്കും മാതൃകയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹനങ്ങൾ കുറേ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഇതാണ്, എനിക്ക് 2008-ൽ 5 ലക്ഷം രൂപ കടബാധിച്ചിട്ടുണ്ടായിരുന്നൊരു വ്യക്തിയാണ്. ഈ 2008 കഴിഞ്ഞപ്പോൾ എൻ്റെ ജോലിയിൽ ഭയങ്കരമായിട്ട് കുറവ് വരികയും എനിക്ക് 6000-7000 മേഖലയിൽ ശമ്പളം കിട്ടുന്നൊരവസ്ഥയായി. അങ്ങനെ കടന്നു വന്നപ്പോൾ ജീവിതത്തിൽ ഈ 5 ലക്ഷം എന്നുള്ളത് 14 ലക്ഷം രൂപയിലേക്ക് കടന്നു. പലിശ കൊടുത്ത് ഒരു മാസം 10-25,000 പലിശ മാത്രം കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞ് ഈ ജോലി ഉപേക്ഷിച്ചിട്ട് വേറെ വല്ല ജോലിക്ക് പോകാം. അപ്പോൾ ഈ ജോലി ഉപേക്ഷിച്ചാൽ എനിക്ക് ഈ ശുശ്രൂഷ മേഖലകളൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ എനിക്ക് ഈ ജോലി ചെയ്യണം. അപ്പോൾ എൻ്റെ ഹെബ്രായർ 11 പറയണ്ടല്ലോ, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന് ഉറപ്പും കാണപ്പെടാത്തതുണ്ടെന്നുള്ളൊരു ബോധ്യം. ഈ ബോധ്യം ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യത്തിൽ ഞാൻ ഉറച്ചു നിന്ന് ഒരു സ്ഥലത്തേക്ക് വേറെ ജോലി തിരഞ്ഞെടുക്കാൻ ഞാൻ പോയില്ല. ഈ മേഖലയിൽ തന്നെ കർത്താവ് തന്ന ജോലിയിൽ തന്നെ സാമ്പത്തികമായിട്ട് വളർത്താനായിട്ട് സാധിക്കും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി.
അങ്ങനെ ഞാൻ ആ ജോലിയിൽ പിടിച്ചു വന്നു. അപ്പോൾ ഞാൻ കടബാധ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണെന്ന് ചെയ്യാം. പക്ഷേ ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രഭാഷകൻ 29 അധ്യായം 4-ാം വാക്യം 3-4 വാക്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് തട്ടി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയൽക്കാരനോട് വിശ്വസ്തത കാണിക്കുക, നിൻ്റെ കാര്യങ്ങൾ തക്ക സമയത്ത് നടത്തും. കടം വീണ് കിട്ടിയ നിധി പോലെ കരുതുന്നവർ വളരെ പേരുണ്ട് എന്നൊരു വചനം ഇങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വന്നു, കടം വീണ് കിട്ടിയ നിധി പോലെ കരുതുന്നവർ വളരെ പേരുണ്ട്. അപ്പോൾ സാധാരണ കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കാണ്ടിരിക്കുക, അതൊരു നിധിയായിട്ട് കണക്കൂട്ടാം. അപ്പോൾ കർത്താവ് അതിന് മുകളിലൊരു വചനം പറഞ്ഞു, വിശ്വസ്ത പാലിക്കുക, തക്ക സമയത്ത് നിന്റെ കാര്യങ്ങൾ നടത്തിയിരുന്നു. അത് എൻ്റെ ആ വചനം എനിക്ക് ഭയങ്കര സ്പർശിച്ചു. അപ്പോൾ എൻ്റെ ഈ കടബാധ്യതകളും കാര്യങ്ങളും എല്ലാം കർത്താവിന് ഞാൻ സമർപ്പിച്ചു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് 35 വയസ്സ് എനിക്ക് ആകുമ്പോഴേക്കും എൻ്റെ എല്ലാ ബാധ്യതകളും എനിക്ക് പലിശ കൊടുക്കാത്ത രീതിയിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു. 14 ലക്ഷം രൂപ കടവും 7,000 രൂപ ശമ്പളമുള്ള വ്യക്തിയാണ് കർത്താവിനോട് ഇത് പറയണത്. അങ്ങനെ ഈ ശമ്പളം ഈ 35 വയസ്സാവണതിന് മുന്നേ 33 വയസ്സ് തൊട്ട് കർത്താവ് ഈ ശമ്പളത്തിൽ ഭയങ്കര മാറ്റങ്ങൾ വന്നു. അത്ഭുതം എന്ന് പറയാം. 7,000 ശമ്പളം കണ്ട സമയത്ത് സത്യത്തിൽ മാർക്കറ്റിലെ പണിക്കാരൻ 7,000 രൂപ മേടിക്കണമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇപ്പം ഞാൻ മേടിക്കുന്ന ശമ്പളം ഞാൻ മേടിക്കണമെന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല. ഒരു പണിയില്ലാത്ത സമയത്താണ് കർത്താവ് എനിക്ക് നല്ലൊരു ശമ്പളം മാറ്റി വെച്ചത്. നല്ലൊരു ശമ്പളം എന്ന് പറഞ്ഞാൽ 1000-ന് മുകളിൽ പണിക്കാശ് ഞാൻ ഡെയിലി മേടിക്കില്ല. ഈ പറഞ്ഞ സമയം കൊണ്ട് ഈ 9 മണി 9:30 ഉള്ളിൽ എൻ്റെ പണി കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ഈ കാശും കൊണ്ടാണ് പോകണം. ഈ കർത്താവിനോട് പറഞ്ഞ വാക്ക്, ഞാൻ പറഞ്ഞ വയസ്സിനിട്ട് മുന്നേ തന്നെ കർത്താവ് അത് പാലിച്ചു. എൻ്റെ എല്ലാ പലിശക്കാരും കർത്താവ് ഒഴിവാക്കി. അതിൽ ഞാൻ ആർക്കും പലിശ കൊടുക്കാണ്ടിരുന്നിട്ടില്ല, എല്ലാവർക്കും ഞാൻ പലിശ കൊടുത്ത് അവസാനിപ്പിച്ചു. സ്നേഹത്തിൽ അടിത്തറയിട്ട് വിശ്വാസത്തിൽ കെട്ടിയുയർത്തിയ ഒരു മാതൃകാ കുടുംബത്തിൻ്റെ പിന്തുണയാണ് ആൻഡോയെ തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ മുന്നേറുവാൻ സഹായിക്കുന്ന പ്രധാന ഘടകം. ഭാര്യ ഷീനയും മക്കൾ അലീനയും അനീറ്റയും ആൻഡോയുടെ പ്രവർത്തനങ്ങളിൽ പിന്തുണയേകി ഒപ്പമുണ്ട്. ജ്യേഷ്ഠൻ്റെയും സഹോദരിമാരുടെയും പൂർണ്ണ പിന്തുണ കൂടിയായപ്പോൾ ആൻഡോ എന്ന തികഞ്ഞ ഒരു ശുശ്രൂഷകൻ അവിടെ രൂപപ്പെടുന്നു. ഞാൻ 22 വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. ഇപ്പം ജീവിത പങ്കാളി, 2 മക്കൾ, ഞങ്ങൾ കുടുംബം. കുട്ടികളൊക്കെ ജനിക്കുന്ന സമയത്ത്, കുട്ടികളൊക്കെ ചെറുപ്പത്തിലുള്ള സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എൻ്റെ 7-8 വയസ്സ് വരെ എൻ്റെ പിള്ളേർ കംപ്ലീറ്റ് രോഗവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കിടന്ന കാശ് മരുന്ന് മേടിക്കാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തൊക്കെ എൻ്റെ ജീവിത പങ്കാളി അത് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ശുശ്രൂഷയിൽ നിൽക്കാനായിട്ട് സാധിച്ചത്. അത് നല്ലൊരു കുടുംബത്തിൽ നിന്ന് കിട്ടിയ വലിയൊരു സപ്പോർട്ടാണ് എനിക്കിത് ശുശ്രൂഷ ചെയ്യാൻ പറ്റുക. എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കളും കാരണം കൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ തന്നെ, ഈ ശുശ്രൂഷമാരിലൊക്കെ ചെയ്യാൻ തന്നെ സാധിച്ചത്. വീട്ടിലാണെങ്കിൽ എൻ്റെ ചേച്ചിമാർ 7 ചേച്ചിമാർ എനിക്ക് നല്ല സപ്പോർട്ടാണ്. എൻ്റെ ചേട്ടൻ നല്ല സപ്പോർട്ടാണ്. ജയിലിലേക്ക് ഞാൻ വചനോത്സവം കൊണ്ടുപോകുന്നത് എൻ്റെ ചേട്ടൻ 100 വചനോത്സവം എല്ലാ മാസം എനിക്ക് മേടിച്ചു തരും. ആ 100 വചനോത്സവമാണ് ഞാൻ ജയിലിൽ കൊണ്ടുപോയി സപ്ലൈ ചെയ്യണത്. അതുപോലെ സാലോം മാസിക എനിക്കൊരു സാമി എന്ന് പറഞ്ഞ ഉണ്ട്. അപ്പോൾ ആ സാമി എന്ന് പറഞ്ഞ ആളാണ് എനിക്ക് സാലോം മേടിച്ചിരുന്നത്. അതുപോലെ സാലോം ഈ വചനോത്സവമൊക്കെ ഞാൻ ജയിലിൽ സപ്ലൈ ചെയ്യണത് എൻ്റെ ചേട്ടനും ഇവരൊക്കെ മേടിച്ചു തന്നിട്ടാണ്. പിന്നെ ഈ പ്രവർത്തനങ്ങളിൽ വേറൊരു സംഭവം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്നേഹമാണ്. എനിക്ക് വേണ്ടോളം എൻ്റെ വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടി. എൻ്റെ സഹോദരന്മാരായിട്ടും എൻ്റെ അമ്മയൊക്കെ ആയിട്ട് ഈ സ്നേഹം കിട്ടി. ഈ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഈ കിട്ടിയത് കൊണ്ടാണ് എനിക്കിത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏത് സാഹചര്യത്തിലും ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ വിഷമം തോന്നും, അല്ലെങ്കിൽ ഫീൽ ചെയ്യും. ആ ഇതിലൂടെയാണ് ഇപ്പോൾ ഞാൻ പണി കഴിഞ്ഞിട്ട് ഞാൻ 3:30 പച്ചക്കറി വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് വരുന്ന ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ വീട്ടിലേക്ക് പോകാണ്ട് രാത്രിക്ക് വീഴാം. ചിലപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരും, 12 മണി നമുക്ക് വരും. ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പണിസ്ഥലത്ത് തന്നെ വന്ന് അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഈ ഉറക്കക്ഷീണോ അല്ലെങ്കിൽ മറ്റുള്ള ശാരീരിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ യാതൊരു ടെൻഷനോ വിഷമോ ഒരു കാര്യം നമുക്ക് അനുഭവപ്പെടേണ്ട വന്നിട്ടില്ല. എന്തിനേയും ഇവരെ കൂടെ നടക്കുമ്പോൾ, ഈ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം സമാധാനമാണ് നമുക്ക് കിട്ടുന്നത്. വേറെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് നമ്മളേറ്റവും വലിയൊരു പലരുണ്ട്. നമ്മളിപ്പോൾ ഒരു കോണിയുടെ 4ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 6 സ്റ്റെപ്പിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്, ബാക്കിയുള്ള 4 സ്റ്റെപ്പ് അടിയിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ നോക്കണ എൻ്റെ കാഴ്ചപ്പാട് അത് ഞാൻ എൻ്റെ അടുത്തേക്ക് വരുന്നവരോട് പറഞ്ഞു കൊടുക്കണ ഒരു കാര്യം അത് തന്നെയാണ്. എന്താണെങ്കിൽ നമ്മളേറ്റവും മുകളിലുള്ളവരെ കണ്ട് ജീവിച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ കുഴിയിലേക്ക് വീഴുള്ളൂ. പക്ഷെ നമ്മുടെ താഴെയുള്ളവർ ജീവിക്കുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിൽ നിൽക്കണേ എന്നുള്ളൊരു ചിന്ത നമുക്ക് കടന്നു വരുള്ളൂ. എന്നാൽ നമ്മൾ ആവശ്യമായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു വീട് എടുത്താൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചില വീടുകളിലേക്ക് ചെല്ലുമ്പോൾ മാനസിക രോഗം, അതുപോലെ ഹാർട്ട് അറ്റാക്ക്, അതുപോലെ ക്യാൻസർ, ഒരു വീട്ടിലാണ് 3 അസുഖമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ അപ്പം മരിച്ചു പോയി, ഇതേപോലെ ഭയങ്കര ബുദ്ധിമുട്ടും വേദനയ്ക്കുള്ള ആൾക്കാരെ കാണുമ്പോൾ ഞങ്ങളുടെ സമ്പാദ്യം എന്ന് പറയുന്നത്, എനിക്ക് കടബാധ്യതൻ്റെ കാര്യങ്ങളുണ്ടെങ്കിലും ഞാനൊക്കെ കാശുള്ള വ്യക്തിയാണെന്ന് പറയുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കുറേ കാശ് നമുക്കുണ്ടെങ്കിലും ആ കാശിന് ഏതെങ്കിലും ഒരു രോഗം നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സമാധാനം പോവും, എല്ലാ കാര്യങ്ങളും നമുക്ക് അതിലൂടെ പോകും. അപ്പോൾ ഏറ്റവും വലിയ സ്വത്ത്, ഏറ്റവും വലിയ സമ്പത്ത് നമുക്ക് തരണത് നമ്മുടെ വീട്ടിൽ രോഗങ്ങളില്ലാണ്ടിരിക്കുക, സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റുക.
തൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച സമാനതകളില്ലാത്ത സ്നേഹതീഷ്ണതയെ പിന്തുടർന്ന് വേദനിക്കുന്ന അനേകർക്ക് താങ്ങും തണലുമായി മാറുവാൻ മനസ്സായ സ്നേഹധനനായ ഒരു ശുശ്രൂഷകൻ. നിരാശ്രയരായ അനേക കുടുംബങ്ങളിൽ സഹോദര സ്ഥാനത്ത് നിന്ന് അവരുടെ കണ്ണീരൊപ്പുവാനും അവർക്കാവശ്യമുള്ളതൊക്കെയും ഒരുക്കുവാനും വിയർപ്പൊഴുക്കുന്ന ഈ ശുശ്രൂഷകനും സഹശുശ്രൂഷകർക്കും പിന്തുണയേകുന്നതിനൊപ്പം കരുണയുടെ ഈ ജീവിത മാതൃക ഉപാധികളില്ലാതെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം.